ഭദ്ര, ഞാനും ഹോസ്പിറ്റലിലേക്ക് വരാം. എനിക്ക് മുത്തുലക്ഷ്മി അമ്മയൊന്ന് കാണണം. ഗൗരി, ഞാൻ പുറത്തുനിന്ന് പോയിട്ട് വരാവേ. ദേവു, ആരാ ഇത്? എനിക്ക് വേണ്ടപ്പെട്ട ഒരാളാ. പോവാം. അന്നദാനം അനാഥാലയത്തിൽ നടത്താന്ന് വിചാരിച്ചത് നന്നായി മോളെ. നിറച്ചുണ്ടോർക്കല്ല, പൊരിഞ്ഞ വയറുമായി ഇരിക്കുന്നവർക്ക് അന്നം വിളമ്പേണ്ടത്. അമ്പലത്തിലെ കൊടിമര സ്വർണം പൂശുമ്പോഴല്ല, 5-6 പാവങ്ങൾക്ക് ആഹാരം കൊടുക്കുമ്പോഴാ ദൈവം പ്രസാദിക്കുന്നത്. വാ മോനെ. അവിടെയാ. മുത്തുലക്ഷ്മി അമ്മ, അമ്മയ്ക്ക് ദേവുവിനോടുള്ള സ്നേഹം കണ്ടോ? എപ്പോഴും പറയും ദേവുവിന്റെ കാര്യം. എത്ര പണോ എന്റെ മുത്തുലക്ഷ്മി അമ്മയുടെ ജീവൻ രക്ഷിക്കാൻ വേണ്ടത്? എന്നോട് പറഞ്ഞു, എന്റെ ജീവൻ രക്ഷിച്ച മുത്തുലക്ഷ്മി അമ്മയ്ക്ക് എന്റെ പ്രാണം പണയം വെച്ചായാലും ഞാൻ പണം നൽകും. അമ്മ എന്താ ഈ പറയുന്നത്? അമ്മയ്ക്ക് അങ്ങനെ ആരുടെ ഔദാര്യം സ്വീകരിക്കുന്നത് ഇഷ്ടമല്ല ദേവു. എന്റെ ഈ ജീവൻ തന്നെ അമ്മ തന്ന കടവാകുമ്പോ ഞാൻ എന്ത് ചെയ്താലും അമ്മ ഔദാര്യം ആവുന്നേ? ഭദ്രം പറയ, പണം എത്രയാ വേണ്ടത്? അതൊക്കെ ബുദ്ധിമുട്ടാവില്ലേ ദേവുന്? ഇനി ഭദ്രൻ അത് പറയാതിരുന്നാൽ എനിക്ക് ബുദ്ധിമുട്ടാവുന്നേ. അത് ഒരു 2 ലക്ഷം രൂപ വേണം ദേവു. ഭദ്രം വരൂ. ഞാനൊന്ന് സൂര്യേട്ടനെ വിളിച്ചു നോക്കാം. മോള് കേൾക്കും. ദേവു, സൂര്യേട്ടാ, എന്താ ദേവു? എനിക്ക് കുറച്ച് പണത്തിന്റെ അത്യാവശ്യം ഉണ്ടായിരുന്നു. എത്രയാ വേണ്ടേ? 2 ലക്ഷം. പെട്ടെന്ന് എന്താ ദേവു? അത് സൂര്യേട്ടന് ഓർമ്മയില്ലേ? എന്റെ ജീവൻ രക്ഷിച്ച ആളല്ലേ സൂര്യേട്ട? അവരെങ്ങനെയാ മരണത്തിന് വിട്ടുകൊടുക്കുന്നത്? അതിനെന്താ ദേവു, 2 20 ലക്ഷം കൊടുത്താലും മതിയാവില്ല. പണം വിഡ്രോ ചെയ്ത് ഉടനെ എത്തിക്കാം. സൂര്യേട്ട, വൈകിക്കല്ലേ? ഓപ്പറേഷൻ അത്യാവശ്യമായിട്ട് നടത്തണമെന്നാ പറയുന്നത്. വൈകില്ലെന്നേ. ഞാൻ എത്തിച്ചോളാം. വച്ചോ. എന്താ മോനെ? കാട്ടിൽ വെച്ച് ദേവുവിന്റെ ജീവൻ രക്ഷിച്ച ആ അമ്മയില്ലേ, അവര് അത്യാസന്ന നിലയിൽ ഓപ്പറേഷന് പണമില്ലാതെ ഹോസ്പിറ്റലാണെന്ന്.
മുത്തുലക്ഷ്മിയോ? അവര് തന്നെ. കഷ്ടയല്ലോ. നമ്മൾ പോകുന്ന വഴിയല്ലേ ഹോസ്പിറ്റല്. ഞാൻ പണം വിഡ്രോ ചെയ്ത് ഹോസ്പിറ്റലിൽ അടയ്ക്കാം. അത് പറ്റില്ല സൂര്യ. മനസ്സിലായില്ല? ഈ പൂജയിൽ പങ്കെടുക്കുന്ന വരൻ രാഹുകാലം കഴിയുന്നതിന് മുമ്പ് വീടെത്തണമെന്നോ? സൂര്യൻ ചെക്ക് ചെയ്ത് തന്നാ മതി. ഞാൻ വിഡ്രോ ചെയ്ത് പണം ദേവുവിനെ ഏൽപ്പിക്കാം. ഏത് ഹോസ്പിറ്റൽ എന്നാ പറഞ്ഞു? SR ഹോസ്പിറ്റൽ. വേഗം കയറ്. ഭദ്രം വിഷമിക്കണ്ട, അമ്മയ്ക്കൊന്നും സംഭവിക്കില്ല. എൻ്റെ അമ്മ ജീവിതത്തിൽ ഒരു സന്തോഷം അനുഭവിച്ചിട്ടില്ല ദൈവം. ഞാൻ കുറേ നാൾ ജോലിയും കൂലിയൊന്നും ഇല്ലാതെ ഇങ്ങനെ അലഞ്ഞിരിഞ്ഞ് നടക്കുമായിരുന്നു. ഇപ്പോഴാ ഒരു പണിയൊക്കെ കിട്ടി ഒന്ന് പച്ച പിടിച്ചത്. അമ്മയെ ആ കാട്ടിൽ നിന്ന് പുറത്തൊക്കെ ഒന്ന് കൊണ്ടുവന്ന് ഈ അവസാന കാലമെങ്കിലും കുറച്ച് സുഖവും സന്തോഷമൊക്കെ കൊടുക്കണമെന്നുണ്ടായിരുന്നു. അതിനി നടക്കൂ ദേവു? നടക്കും ഭദ്ര. മുത്തുലക്ഷ്മി അമ്മ ഇനി 100 വർഷം ജീവിച്ചിരിക്കും. അത്രയ്ക്ക് നന്മ ചെയ്തൊരു മനുഷ്യജന്മ ആ അമ്മയുടേത്. ദേവു, പണം. ഓപ്പറേഷനുള്ള പണം കൊണ്ടുപോയി അടയ്ക്കാം. ഞാൻ ഇതിനൊക്കെ എങ്ങനെ നന്ദി? നന്ദിയൊന്നും പറയാനുള്ള സമയമല്ല ഇത്. പെട്ടെന്ന് കൊണ്ടുപോയി പണം അടയ്ക്കാം. ദേവു, പണം അടച്ചില്ലേ? പിന്നെന്തിനാ വിഷമിക്കുന്നത്? ചടങ്ങുകളും അന്നദാനവും ഒക്കെ നന്നായി നടന്നില്ലേ കാർത്തികേ? നടന്നു. പക്ഷേ നീയില്ലാത്തതിന്റെ ഒരു കുറവുണ്ടായിരുന്നു. ഞാനും അമ്മയൊന്നും അല്ലല്ലോ ഇന്ന് സൂര്യന്റെ കൂടെ ഉണ്ടാവേണ്ടിയിരുന്നത്. മനസ്സുകൊണ്ട് ഞാൻ എപ്പോഴും എന്റെ സൂര്യേട്ടന്റെ കൂടെ തന്നെ ഉണ്ട് കാർത്തികേ. ഇന്ന് ശരീരം കൊണ്ട് നിങ്ങളെ പിരിക്കാമെന്നുണ്ടെങ്കിൽ നാളെ മനസ്സുകൊണ്ട് നിങ്ങളെ പിരിക്കാൻ കാർത്തികയ്ക്ക് സാധിക്കൂടി. കാർത്തിക എന്താ ആലോചിക്കുന്നത്? ഞാൻ മുത്തുലക്ഷ്മി അമ്മയുടെ കാര്യം ആലോചിക്കായിരുന്നു ദേവു. ആ പാവത്തിന് ഇങ്ങനെയൊക്കെ വരണോ? പണം അടച്ചോ ഭദ്ര? കാർത്തിക വീട്ടിലേക്ക് പോയിക്കോ. ഞാൻ മുത്തുലക്ഷ്മി അമ്മയുടെ ഓപ്പറേഷൻ കഴിഞ്ഞിട്ടേ വരുന്നുള്ളൂ. അത് വേണ്ട ദേവു. ദേവുവിന്റെ കണ്ണൊക്കെ വയ്യാതെ വന്നതല്ലേ. ഇവിടെ ഇരുന്ന് സ്ട്രെയിൻ ചെയ്യണ്ട. ഞാൻ ഇരുന്നോളെ ഇവിടെ. ദേവു വീട്ടിൽ പോയി റെസ്റ്റ് എടുക്ക്. അല്ല ചെല്ല ദേവു. ദേവുവിന്റെ നന്മയ്ക്ക് വേണ്ടിയല്ലേ ഞാൻ പറയുന്നത്. ഇന്നത്തെ ദിവസം അല്ലായിരുന്നെങ്കിൽ ഒരു കുഴപ്പമില്ലായിരുന്നു. ദേവു ഉള്ളതുപോലെയല്ലേ ഞാൻ ഇവിടെ ഉള്ളത്. വയ്യാന്നുണ്ടെങ്കിൽ വയ്ക്കോ ദേവു. എന്തുണ്ടെങ്കിലും വിളിച്ചാൽ മതി ഭദ്ര. വാ, ഞാൻ പുറത്തു കൊണ്ടുപോയി വിടാം. ഭദ്ര, ഭദ്രൻ പണി തുടങ്ങി മാഡം. ദേവു ഉറങ്ങിയില്ലേ? ദേ, ഈ സമയത്ത് ഉറക്കമൊഴിയുന്നൊന്നും അത്ര നല്ലതല്ല കേട്ടോ. BP ഒക്കെ ചിലപ്പോൾ കൂടും.
എന്റെ സൂര്യേട്ടൻ കുറെ നേരം ആയില്ലേ ലാപ്ടോപ്പിൽ തന്നെ നോക്കിയിരിക്കാൻ തുടങ്ങിയിട്ട്. ഞാൻ അതുകൊണ്ടൊരു കോഫി ഉണ്ടാക്കി. ആ താ. പിന്നെ ആ മുത്തുലക്ഷ്മി അമ്മയെ കുറിച്ച് ഓർക്കുമ്പോഴേ എനിക്ക് ഉറക്കം വരുന്നില്ല. ആ ദേവു, ഞാനത് ചോദിക്കാൻ മറന്നു. എങ്ങനെയുണ്ട് അവർക്കിപ്പോ? അറിയില്ല സൂര്യേട്ടാ, ഞാനിങ്ങ് വേഗം പോകുന്നില്ലേ. പിന്നെ എന്റെ കണ്ണ് വയ്യാത്തോണ്ട് കൂടെ നിൽക്കാൻ കാർത്തിക സമ്മതിച്ചുമില്ല. പക്ഷേ മുത്തുലക്ഷ്മി അമ്മയ്ക്ക് എന്നോട് എന്തോ പറയാനുള്ളത് പോലെ എനിക്ക് തോന്നി. പാവാ സൂര്യേട്ടാ. സാരമില്ല ദേവു, ചെയ്യേണ്ടതൊക്കെ സമയത്ത് തന്നെ ദേവു ചെയ്തല്ലോ. ആ ഭദ്രൻ എന്തായാലും ഇങ്ങോട്ട് വരാൻ തോന്നിയത് നന്നായി. അതുകൊണ്ട് നമുക്ക് മുത്തുലക്ഷ്മി അമ്മയെ സഹായിക്കാൻ കഴിഞ്ഞല്ലോ. ഇല്ലെങ്കിൽ അവരെന്ത് ചെയ്തേനെ? ആ ഭദ്രനെ ഒരു പാവാ സൂര്യേട്ടാ. എന്തൊരു സ്നേഹമെന്നറിയോ മുത്തുലക്ഷ്മി അമ്മയോട്. അവര് സാധുക്കളാ, സ്നേഹിക്കാൻ മാത്രം അറിയാവുന്ന സാധുക്കൾ. സൂര്യേട്ടാ, ഞാൻ അവർക്ക് പണം കൊടുത്തതില് സൂര്യേട്ടന് എന്തെങ്കിലും ദേഷ്യമുണ്ടോ? ദേവു, നീ എന്തൊക്കെയായി പറയുന്നേ? 2 ലക്ഷമല്ല, എത്ര ലക്ഷം കൊടുത്താലും എനിക്ക് അവരോടുള്ള കടം വീട്ടാനാവോ? എന്റെ ദേവുവിന്റെ ജീവന്റെ കടം. അത് മാത്രമല്ല സൂര്യേട്ടാ, അവരുടെയൊക്കെ ജീവിതമില്ലേ വലിയ കഷ്ടത്തിലാ. ദേ, മതി മതി, ഈ സെന്റിമെന്റ്സിലേ ഇനി ഉറക്കം കളയണ്ട, നമുക്ക് ഉറങ്ങാം. അതെ, ഇനി ഉറങ്ങിയില്ലെങ്കിലേ ദേ ഇതിനകത്തൊരാള് ഉറക്കം വരുന്നേന്നും പറഞ്ഞ് കരയാൻ തുടങ്ങും. ഒന്ന് പോ സൂര്യേട്ടാ. ഉറങ്ങാം. ദേവു, എന്താ ദേവു കിടന്നേ? എന്തെങ്കിലും ആവശ്യതയുണ്ടോ? ഒന്നുമില്ല, ചെറിയൊരു തലവേദനയും ക്ഷീണവും, അതുകൊണ്ട് വെറുതെ കിടന്നതാ. ഡോക്ടർ പറഞ്ഞത് ഓർക്കുന്നില്ലേ, എപ്പോഴും കിടക്കരുതെന്ന്. പിന്നെ മനസ്സ് അസ്വസ്ഥമാകേണ്ട കാര്യമൊന്നുമില്ലല്ലോ, എല്ലാം പോസിറ്റീവായി ചിന്തിക്കേ. എനിക്ക് പുറത്തൊന്ന് പോണായിരുന്നു ദേവു. അമ്മയാണെങ്കി അമ്പലത്തിലേക്ക് പോയി. ആ ഗൗരിയെ കാണാനുമില്ല, ഫോണിലും കിട്ടുന്നില്ല. എവിടെങ്കിലൊക്കെ ഇങ്ങനെ കറങ്ങി നടക്കും വായി നോക്കി. അതിനെന്താ, കാർത്തിക പോയിട്ട് വാ. എന്നാലും സൂര്യനും ഇവിടെ ഇല്ലല്ലോ. ഒരു കുഴപ്പമില്ല കാർത്തികേ, പോയിട്ട് വാ. ശരി ദേവു, എന്നാ ഞാനിന്ന് പെട്ടെന്ന് ഫ്രഷ് ആവട്ടെ. ആരാ? ആരാന്നല്ലേ ചോദിച്ചേ? ഭദ്രനോ? ഇതെന്താ ആകെ ഒരു മാറ്റം? ഒരു മാറ്റമൊക്കെ നല്ലല്ലേ ദേവു? ഇതെന്താ എന്നെ അകത്തേക്ക് വിളിക്കുന്നില്ലേ? വരൂ. ഈ ഷൂസ് അതവിടെ കിടന്നോട്ടെ, ഇടയ്ക്കിടയ്ക്ക് കുനിയാൻ എനിക്കൊരു ബുദ്ധിമുട്ടാണ്. അതെ, തമ്പുരമഠത്തിനുള്ളിൽ ആരും സിഗരറ്റ് വലിക്കാറില്ല. മറ്റുള്ളവരുടെ കാര്യം എനിക്കറിയില്ല, ഇത് ഭദ്രനാണ്. സോറി ഭദ്ര,
നിങ്ങൾ ഇവിടെ വെച്ച് വലിക്കാനാണ് ഭാവമെങ്കിൽ എനിക്കിവിടെ നിൽക്കാൻ ബുദ്ധിമുട്ടുണ്ട്. അല്ലെങ്കിൽ പുറത്തു പോയി വലിക്കുക. അത്രയ്ക്ക് ബുദ്ധിമുട്ടാണെങ്കിൽ ഓക്കെ. പക്ഷേ ഭദ്രൻ സിഗരറ്റ് വലിച്ചാൽ ദേവ് സഹിക്കേണ്ടി വരും. നീ പരിപാവനമായിട്ട് കാണുന്ന ഈ തമ്പ്രാൻ മഠത്തിന്റെ തളത്തിൽ ഭദ്രൻ ചിലപ്പോൾ ഒരു കുപ്പിയെടുത്ത് വീശിന്നിരിക്കും. അതും കഴിഞ്ഞ് ചിലപ്പോൾ നിന്റെ കൂടെ കയറി കിടന്നെന്നിരിക്കും. സഹിച്ചേ പറ്റൂ. അനാവശ്യം പറയരുത്. ജീവൻ രക്ഷിച്ച അമ്മയുടെ മകനായതുകൊണ്ട് മാത്രം കുറച്ച് സഹതാപത്തോടെ പെരുമാറിയതും അടുത്തിടപഴകിയതും അതിന്റെ ചുവട് പിടിച്ച് കള്ളും കഞ്ചാവും അടിച്ച് തമ്പുരം മടത്തി കയറി വന്ന് എന്തെങ്കിലും തോന്നിയ ദിവസം കാണിച്ചാലുണ്ടല്ലോ, അടിച്ചിറക്കാൻ സൂര്യേട്ടന്റെ ആവശ്യമൊന്നുമില്ല. എന്റെ കൈപ്പത്തിക്ക് നല്ല കരുത്തുണ്ട്. നിന്റെ കരുത്തൊക്കെ എന്നേക്കാൾ ഭംഗിയായിട്ട് വേറെ ആർക്കാ ദേവു അറിയാവുന്നേ? ഒരു പക്ഷേ നിന്റെ സൂര്യേട്ടന് പോലും അറിയില്ല അത്ര ഭംഗിയായിട്ട്. ഇറങ്ങണോ പുറത്ത്, ഇല്ലെങ്കിലേ ചൂലെടുത്ത് ഞാൻ അടിച്ചിറക്കും. ഒരു പുല്ലും ചെയ്യില്ല നീ. ചെയ്യാൻ നിന്റെ ഈ കൈ പൊങ്ങൂല. ആരെയെങ്കിലും വിളിക്കാനോ ശബ്ദം ഉയർത്താനോ ശ്രമിച്ചാൽ നാറുന്നത് ഞാനല്ല, നീ ആയിരിക്കും. അതിനുള്ള എന്ത് ബന്ധുവാടോ നമുക്കിടയിലുള്ളത്? എല്ലാവിധ ബന്ധവും. അടിവരയിട്ട് പറഞ്ഞാൽ നിന്റെ വയറ്റിൽ കിടക്കുന്ന കൊച്ചിന്റെ തന്ത ഞാനാണെന്നുള്ള ബന്ധം. എന്ത് അനാവശ്യമാടോ താനീ പറയുന്നേ? അടങ്ങി നിക്കടി. എന്നോട് ബലം പിടിച്ച് ജയിക്കത്തില്ല നീ. മുത്തുലക്ഷ്മി അമ്മയുടെ വീട്ടിൽ ചികിത്സയിലായിരുന്ന പല രാത്രി ഇങ്ങനെ ബലം പിടിച്ച് നോക്കിയിട്ടുണ്ട് നീ. അന്നൊക്കെ ജയിച്ചതേ ഈ ഞാനാ. ഒടുവിൽ തളർന്ന് മയങ്ങിക്കിടന്ന നിന്നെ താങ്ങിയതും ഈ നെഞ്ച് തന്നെയാ. നിനക്ക് ചിലപ്പോ ഓർമ്മ കാണില്ല. പൂർണ്ണ ബോധമില്ലായിരുന്നല്ലോ അന്ന് നിനക്ക്. താൻ എന്തൊക്കെയാ പറയുന്നേ? ഇവിടെ വരുന്നതിന് മുമ്പ് തന്നെ ഞാൻ കണ്ടിട്ട് പോലുമില്ല. പക്ഷേ ഞാൻ നിന്നെ കണ്ടു. നല്ല വ്യക്തമായിട്ട് കണ്ടു. നിന്റെ ഈ വെള്ളാമ്പല് പോലുള്ള ശരീരത്ത് എവിടൊക്കെ എത്ര മറുകുണ്ടെന്ന് ഈ ഞാൻ പറഞ്ഞുതരാം. നീ പോലും കാണാത്തടത്ത്. സംശയം ഉണ്ടെങ്കിൽ ബെഡ്റൂമിലെ കണ്ണാടി പോയി ചെക്ക് ചെയ്തിട്ട് വാ. ആയുർവേദ ചികിത്സ നടക്കുമ്പോ അബോധത്തിൽ കിടക്കുന്ന ഒരു പെണ്ണിന്റെ ഉടല് കണ്ടെന്ന് കരുതി അത് മുതലെടുക്കാൻ ഇറങ്ങല്ലേ ഭദ്ര നീ. അത്രയ്ക്ക് മണ്ടിയായൊരു പെണ്ണൊന്നും അല്ല ഈ ദേവു. ഇന്നത്തെ കാലത്ത് ജീവിക്കുന്ന പെണ്ണാ. ഇന്നത്തെ കാലത്ത് ജീവിക്കുന്ന ആ പെണ്ണിന്റെ കുറച്ച് എരിവുള്ള വീഡിയോസും ഫോട്ടോസും ഒക്കെ ഞാൻ നിന്റെ സൂര്യനെ കാട്ടിക്കൊടുത്താലോ? അതും അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സൈറ്റിലോട്ട് പറത്തി അങ്ങ് വിട്ടാലോ? അച്ഛൻ വൈദ്യരുടെ അല്ല, ഭദ്രന്റെ ട്രീറ്റ്മെന്റിന്റെ വിഷ്വൽ. എന്താണോ തനിക്ക് വേണ്ടത്? ചൂടാവാതെ കൊച്ചേ, ഞാൻ പറയുന്ന ഒന്ന് വ്യക്തമായിട്ട് കേൾക്കും. പെണ്ണ് ഏത് കാലത്ത് ജീവിച്ചാലും പെണ്ണ് തന്നെ. ആണിന്റെ തലയ്ക്ക് മീതെ പറക്കാനൊന്നും അവളെ കൊണ്ട് പറ്റില്ല. പ്രത്യേകിച്ച് അവളുടെ ഉടലിന്റെ ചൂടറിഞ്ഞവന്റെ. അത് വിട്, നമുക്ക് കാര്യത്തിലേക്ക് വരാം. ഞാനിപ്പോ എന്തു പറഞ്ഞാലും നീ ചെയ്യും. ചെയ്തേ പറ്റൂ. വള്ളിപ്പടർപ്പിൽ കുടുങ്ങിക്കിടന്ന നിന്നെ ആദ്യം കണ്ടത് എന്റെ അമ്മയാണ്. അവിടുന്ന് പൊക്കിയെടുത്ത് ഈ തോളത്തിട്ട നിന്നെ ഞങ്ങളുടെ വീട്ടിലേക്ക് കൊണ്ടുവന്നത്. ആ നിമിഷം മുതൽ ഭദ്രനെ കൊതിപ്പിച്ചുകൊണ്ടിരിക്കുക. പൂ പോലെയുള്ള നിന്റെ ഈ ശരീരം. വൈദ്യരെ ചികിത്സിച്ച് തുടങ്ങുന്ന സമയത്ത് പ്രാണവായു പേരിന് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ നിന്റെ ഈ ശരീരത്ത്. ഞാൻ എടുത്ത് തൊട്ടും തലോടിയൊക്കെ നോക്കിയതേ ഉള്ളൂ. പക്ഷെ ഒരു ദിവസം അച്ഛൻ വൈദ്യർ അമ്മയോട് പറയുന്ന ഞാൻ കേട്ടു. കുട്ടിക്കിപ്പോ പൂർണ്ണ ആരോഗ്യം എത്തി.
ഇനി ബോധം തെളിഞ്ഞാൽ മാത്രം മതി. അന്ന് രാത്രി അമ്മ ഉറങ്ങിക്കിടന്നപ്പോഴേ ഞാൻ നിന്റെ അടുക്കലെത്തി. അതിന്റെ ഫുൾ ഡീറ്റെയിൽസിലൊക്കെ ഒന്നും ഞാൻ പോകുന്നില്ല. നിനക്കത് കേൾക്കാനും വലിയ രസം ഉണ്ടാവില്ല. അക്കാര്യത്തിൽ നിന്നെ ഞാൻ സമ്മതിച്ചു തന്നിരിക്കുന്നു. ബോധമില്ലായിരുന്നെങ്കിലും എല്ലാ രാത്രിയിലും ഉണ്ടായിരുന്നു നിനക്കൊരു ബലം പിടുത്തം. നീ പോയി കഴിഞ്ഞാലും കാണാമല്ലോ എന്ന് കരുതിയ ഫോട്ടോയും വീഡിയോയും ഒക്കെ എടുത്തത്. അതുകൊണ്ട് ഇപ്പൊ ഒരു ഉപകാരം ഉണ്ടായി.